സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. 4 പേരെയാണ് ആകെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് BJPയുടെ മുതിർന്ന നേതാവായ സി സദാനന്ദൻ മാസ്റ്ററാണ്. നമുക്ക് മിഥുനിലേക്ക് പോകാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി. മിഥുൻ, പറയൂ. രോഹിണി, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരമൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി സദാനന്ദൻ മാസ്റ്ററെ ഇപ്പോൾ രാജ്യസഭ അംഗമായി BJP നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. വളരെ സുപ്രധാനമായൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. പതിറ്റാണ്ടുകളായി BJP പ്രവർത്തകനായി നേതൃത്വത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ് സി സദാനന്ദൻ മാസ്റ്റർ. പുതിയ 4 പേരാണ് രാജ്യസഭയിലേക്ക് എത്തുന്നതായി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിലാണ് ഇപ്പോൾ സി സദാനന്ദൻ മാസ്റ്ററെയും ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ ഈ വിവരവുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. ആ വിവരം ഇത്തരത്തിൽ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണെന്നൊരു വിവരം കൂടി കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പാസ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ അതിനൊരു ഔദ്യോഗിക അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം CPMന്റെ അക്രമ രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സി സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തെ CPMകാർ ആക്രമിച്ച് 2 കാലുകളും വെട്ടിമുറിച്ച സംഭവം നമ്മൾ അറിഞ്ഞതാണ്. കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇത്തരത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് സി സദാനന്ദൻ മാസ്റ്ററുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അദ്ദേഹം എത്രത്തോളം സംഭാവനകൾ BJP നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രം കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ എത്രത്തോളം പരിഗണിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഇത്. ഈ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് സി സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹം തന്റെ ജീവനും ജീവിതവും സമർപ്പിച്ചത് ഈ പാർട്ടിക്ക് വേണ്ടിയാണ്. തന്റെ ഈ ഒരു അതായത് CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ കണ്ണൂർ ജില്ലയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രക്തസാക്ഷി കൂടിയാണ് അദ്ദേഹം. അതെ, ശരി മിഥുൻ, തുടരുക. ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ഗൗതം, മിഥുൻ സൂചിപ്പിച്ചതുപോലെ CPM അക്രമത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹം നേരിട്ട പീഡനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും സി സദാനന്ദൻ മാസ്റ്ററെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എത്രത്തോളം ആവേശകരമായി തന്നെ നമുക്കതിനെ കാണാം. സന്തോഷത്തോടുകൂടി നമുക്കതിനെ സ്വീകരിക്കാം. രോഹിണി, കേരളത്തിലെ BJP പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് വിശേഷിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരളത്തിലെ സ്വയംസേവകരെ സംബന്ധിച്ചാണിത് ഏറ്റവും ആവേശവും സന്തോഷവും നൽകുന്ന ഒരു വാർത്ത എന്നുള്ളത്. കാരണം സദാനന്ദൻ മാസ്റ്റർ ദേശീയതയുടെ അല്ലെങ്കിൽ ഈ സംഘം മുന്നോട്ട് വെക്കുന്ന ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമായി ജീവിക്കുന്ന വ്യക്തിത്വമാണ്. താൻ വിശ്വസിച്ച ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി കാലുകൾ നഷ്ടപ്പെട്ട വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ. 1994 ജനുവരി മാസം 25-ാം തീയതി വൈകിട്ടാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാല് വെട്ടിമാറ്റുന്ന രീതിയിലുള്ള വലിയ CPM ആക്രമണം. നമുക്കറിയാം ആ കാലഘട്ടം ഏതാണ്ട് 80കളും 90കൾ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വത്തെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് CPMന്റെ ക്രിമിനലുകൾ കൊലപ്പെടുത്തുന്ന കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. EK നായനാരൊക്കെ ഭരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ സംഘത്തിൻ്റെ പ്രവർത്തനം കണ്ണൂർ പോലെയുള്ള അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന മറ്റ് സംഘടനകളുടെ പ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖകൾ ആരംഭിക്കുകയും അതിലേക്ക് വളരെ ചെറുപ്പക്കാരായ ആളുകളെ ആകർഷിച്ച് ശാഖകളിലേക്ക് കൊണ്ടുവന്ന് അത്തരം പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ദേശീയതയുടെ രാഷ്ട്രീയത്തെ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള തൻ്റെ വ്യക്തിത്വത്തിലൂടെ ആ ആശയം പൊതുസമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ. അതിനാൽ സദാനന്ദൻ മാസ്റ്റർക്ക് ഇപ്പോൾ ഇത്തരമൊരു വലിയ അംഗീകാരം BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്വയംസേവകർക്കാണ് അതിൽ ഏറ്റവും വലിയ ആവേശമുണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പുതിയ ടീം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതിലും സദാനന്ദൻ മാസ്റ്റർ ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ എടുത്തു കാണണം. അദ്ദേഹം നിലവിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. നേരത്തെ K സുരേന്ദ്രൻ നയിച്ച ടീമിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം BJP സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ
കാലഘട്ടത്തിലെത്തുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ സദാനന്ദൻ മാസ്റ്ററെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ അത്തരം ദൃശ്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ആദർശ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന ഒരു പ്രതിരൂപമാണ് സദാനന്ദൻ മാസ്റ്റർ എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്വയംസേവകർക്കും ഒപ്പം BJP പ്രവർത്തകർക്കും വലിയ ആവേശം നൽകുന്ന വാർത്തയാണ് ഈ നിമിഷത്തിൽ കടന്നു വരുന്നത്. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. രോഹിണി. ഗൗതം, അതോടൊപ്പം ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. എന്തുകൊണ്ട് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രവർത്തകർക്കിടയിൽ അത്രത്തോളം ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്തുമാത്രം സേവനങ്ങൾ അദ്ദേഹം ഈ സമൂഹത്തോട് ചെയ്തു എന്നതിനെയും ആശ്രയിച്ചിരിക്കുമല്ലോ. നമുക്ക് അദ്ദേഹം തരണം ചെയ്ത അങ്ങേയറ്റം കഠിനമായ ചില നാൾവഴികളുണ്ട് പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ. അതുകൂടി നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ഓർത്തെടുക്കാമോ? രോഹിണി, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സദാനന്ദൻ മാസ്റ്റർ BJPയുടെയും സംഘത്തിൻ്റെയും ഒക്കെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം കണ്ണൂരായിരുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത്. കാരണം കണ്ണൂർ രാഷ്ട്രീയം ഒരു കാലഘട്ടത്തിൽ CPMനെ ചുറ്റിപ്പറ്റിയോ അല്ലെങ്കിൽ CPMൻ്റെ തിട്ടൂരത്തിന് വഴങ്ങാത്ത, കമ്മ്യൂണിസത്തിൻ്റെ തിട്ടൂരത്തിന് വഴങ്ങാത്ത ആളുകൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ തങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം കണ്ണൂർ ജില്ലയിലാകെ രൂപപ്പെടുത്തിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് പ്രത്യേകിച്ച് 60കൾ മുതലൊക്കെ തന്നെ അത് വളരെ ശക്തമായിരുന്നു. പിന്നീട് RSSന് നേരെ തിരിയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടമാണ്. കാരണം അടിയന്തരാവസ്ഥ എന്നത് കമ്മ്യൂണിസ്റ്റുകൾ അടിയന്തരാവസ്ഥ കാലത്ത് അനങ്ങാപ്പാറ സമീപനം സ്വീകരിക്കുകയും അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടം രാഷ്ട്രീയ സ്വയംസേവക സംഘം ഏറ്റെടുക്കുകയും ചെയ്തതിലൂടെ 77 അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന ഘട്ടത്തിൽ ധാരാളം കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന ചെറുപ്പക്കാർ, CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ ഉണ്ടായിരുന്ന പല വിപ്ലവ ബോധം, യഥാർത്ഥ വിപ്ലവം ശിരസിലൂടെയുള്ള ധാരാളം ചെറുപ്പക്കാർ RSSലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഈ RSSും CPMും തമ്മിലുള്ള സംഘർഷം കണ്ണൂരിൽ കൂടുതൽ രൂക്ഷമാകുന്നത്. അതിനു മുൻപ് കണ്ണൂരിൻ്റെ ചരിത്രം നോക്കിയാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ, കോൺഗ്രസിൻ്റെയൊക്കെ ആളുകളെ കൂടുതൽ ആക്രമിക്കുന്ന ഒരു ശൈലിയായിരുന്നു CPMനുണ്ടായിരുന്നത്. എന്നാൽ 77 ശേഷം അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ CPMൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ സമയത്തൊക്കെയാണ് സദാനന്ദൻ മാസ്റ്ററെ പോലെയുള്ള നേതാക്കൾ കടന്നു വരുന്നത്. അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ തന്നെ പ്രവർത്തനം ആരംഭിച്ച വ്യക്തിത്വമാണ് എന്ന് നമുക്കറിയാം. സംഘത്തിൻ്റെ ബാലശാഖയിലൂടെ കടന്നു വന്ന് പിന്നീട് വിവിധ ചുമതലകൾ വഹിച്ച് അദ്ദേഹത്തിന് ഈ 94 ജനുവരി 25 ആക്രമണം ഏൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കണ്ണൂരിൻ്റെ സഹകാര്യവാഹാണ്. RSS കണ്ണൂർ ജില്ലയുടെ സഹകാര്യവാഹായിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് നേരെ വലിയ ആക്രമണം CPM ക്രിമിനലുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ കണ്ണൂർ പോലെ ഒരു കാലഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെന്നല്ല ദേശീയതയുടെ ഒരു തരത്തിലുള്ള അടയാളങ്ങളും കണ്ണൂരിൻ്റെ മണ്ണിൽ അനുവദിക്കില്ല എന്ന വലിയ തിട്ടൂരം CPM ഉയർത്തിയിരുന്ന ആ കാലയളവിൽ പോലും ദേശീയതയുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി വളരെ ധൈര്യത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് കോട്ടകളിലേക്ക് കടന്നു ചെന്ന് അവിടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ വളരെ വിശാലമാക്കിയ പാരമ്പര്യമുള്ളൊരു നേതാവാണ് സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ട ഘട്ടത്തിലും പിന്നീട് അദ്ദേഹം തളർന്നൊരു ഭാഗത്ത് ഇരിക്കാതെ അതിനുശേഷവും പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൂടുതൽ സ്വീകാര്യനായ ഒരു വ്യക്തിയായി കൂടി സദാനന്ദൻ മാസ്റ്റർ മാറി. അത് BJP രാഷ്ട്രീയത്തിനകത്ത് മാത്രമല്ല, അതിന് പുറത്തും അദ്ദേഹം തൻ്റെ നിലപാടുകൾ, തൻ്റെ ആദർശവും തൻ്റെ ദേശീയതയോടുള്ള ബോധവും അതിൽ കൃത്യമായ കരുത്തുറ്റ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ മുഴുവൻ ആശയങ്ങൾ, മറ്റ് രാഷ്ട്രീയ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരോട് പോലും ഒരു ചെറുപുഞ്ചിരിയോടുകൂടി സംസാരിക്കുവാൻ വളരെ സൗമ്യമായ രീതിയിൽ ആളുകളോട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ശൈലി രാഷ്ട്രീയത്തിൽ സൂക്ഷിക്കുന്ന ചുരുക്കം ആളുകളിൽ ഒരാളാണ് സദാനന്ദൻ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് BJP ദേശീയ നേതൃത്വം ഇത്തരം ഒരു സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ ഗൗതം, തുടരുക. മിഥുനിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. മിഥുൻ, സാമൂഹ്യ പ്രവർത്തകൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ പട്ടികയിലാണല്ലോ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 പേരെ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് രാജ്യസഭയിലേക്ക്. സദാനന്ദൻ മാസ്റ്ററെ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്? അതോടൊപ്പം തന്നെ മറ്റ് 3 പേർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളും വരുന്നുണ്ടോ?
രോഹിണി, അല്പസമയം മുമ്പാണ് ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാ അംഗമായിട്ടാണ് പ്രധാനമന്ത്രി ശുപാർശ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തെ ഔദ്യോഗികമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുകയും ഇത്തരത്തിൽ ഈ രാജ്യസഭാ അംഗമായി അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യുകയാണെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇന്നാണ് ഇതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് എടുത്ത് പറയേണ്ടത്. കാരണം ഈ നിലവിൽ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഇരയെന്നുള്ള നിലയിൽ വലിയ പോരാട്ടം നടത്തിയ ഒരാൾ കൂടിയാണ് സി സദാനന്ദൻ മാസ്റ്റർ. 1994 ജനുവരി 25-ന് CPM പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ 2 കാലുകളും വെട്ടിമാറ്റി വലിച്ചെറിയുന്നൊരു സാഹചര്യമുണ്ടായി. അന്ന് തൊട്ട് ഇന്നോളം ഈ ഒരു വലിയൊരു പോരാട്ടത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അധ്യാപകനായിരുന്ന സി സദാനന്ദൻ മാസ്റ്റർ, അദ്ദേഹം തൃശ്ശൂർ പേരാമംഗലം സ്കൂളിലെ അധ്യാപകനായിരുന്നു. നീണ്ട നാളത്തെ അധ്യാപക ജീവിതത്തിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപക സേവനത്തിൽ നിന്ന് വിരമിച്ചിട്ട് ഏതാണ്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനുശേഷം കണ്ണൂർ മട്ടന്നൂർ നീർവേലിയിലുള്ള വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഓരോ ചുമതലകളും പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് നൽകി വന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം തന്നെ ചോദിച്ചത്, ഇത്രയും ശാരീരിക പരിമിതികൾ തനിക്കുണ്ട്, എന്നിട്ടും എങ്ങനെയാണ് നേതൃത്വം തന്നെ പരിഗണിച്ചെന്ന് ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ സംഘടനയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ആളാണ്. കാരണം CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പോരാടിയ ആളാണ്. മാത്രമല്ല പാർട്ടിയുടെ ഒരു സൗമ്യ മുഖം കൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ രാജ്യസഭാ അംഗമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലെ നാൾവഴികൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾ മുറിച്ചു മാറ്റിയ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോലും ഈ പ്രതികളുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. 8 CPM പ്രതികൾക്ക് നേരത്തെ 7 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയും അന്ന് വിചാരണ കോടതി വിധിച്ചിരുന്നു. ഇതിനെതിരെ ഇവർ മേൽക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചുകൊണ്ട് ഇവർക്ക് കൂടുതൽ ആ ശിക്ഷ അനുഭവിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് അന്ന് ഈ കോടതി മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു പോരാളി എന്നുള്ള നിലയിൽ വലിയ പ്രചരണം തന്നെ അദ്ദേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചിരുന്നു. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവനകളും ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. BJPയുടെ സൗമ്യമുഖമായ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ ജീവിക്കുന്ന രക്തസാക്ഷിയായ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചും അഭിമാനിക്കപ്പെടാവുന്ന ഒരു നിമിഷം കൂടിയാണ് രോഹിണി. അതെ, തീർച്ചയായും മിഥുൻ. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. 4 പേരാകും പുതുതായി രാജ്യസഭയിലെത്തുക. മിഥുൻ പിള്ളയും ഗൗതം അനന്തനാരായണനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.